എന്താണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ FCRA ബിൽ? കത്തോലിക്ക സഭയുടെ സ്വത്തും സ്വത്തുവകകളും പിടിച്ചെടുക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതാണോ ഈ ബിൽ? അതോ സഭയുടെ വരുമാനം നിയന്ത്രിക്കാനോ പിടിച്ചെടുക്കാനുള്ളതാണോ? ഇതൊന്നുമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. FCRA ഭേദഗതി ബിൽ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പായതോടെയാണ് ബിൽ സംബന്ധിച്ച വാർത്തകൾ വീണ്ടും ചർച്ചയാകുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം എന്ന FCRA ബിൽ പരിഗണനയ്ക്കെടുക്കും. ലോക്സഭ സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ച ബുള്ളറ്റിനിൽ FCRA ഭേദഗതി ബിൽ അടക്കം 7 ബില്ലുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പരിഗണനയ്ക്കെടുത്ത് പാസാക്കാനാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിൽ മുൻപ് അവതരിപ്പിച്ചെങ്കിലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ക്രൈസ്തവ സഭകളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധവും കണക്കിലെടുത്ത് ബിൽ ചർച്ചയ്ക്കെടുക്കുന്നത് മാറ്റിവെച്ചിരുന്നു. എന്നാൽ ബില്ലിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ഉചിതമായ സമയത്ത് അവതരിപ്പിക്കുമെന്നും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജു വ്യക്തമാക്കിയിരുന്നു. റിജ്ജുവിന്റെ ഈ പ്രതികരണം ശരിവെച്ചാണ് FCRA ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുകളുടെ വിദേശ ഫണ്ടിംഗ് നിയന്ത്രിക്കുന്ന FCRA നിയമത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ പുതിയ ഭേദഗതികൾ രാജ്യത്താകെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ പ്രവർത്തന രീതിയെ ആകെ മാറ്റിമറിക്കുന്ന വ്യവസ്ഥകളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിൽ വീണ്ടും ചർച്ചയാകുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്നടക്കം എതിർപ്പും പ്രതിഷേധവും ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിവാദത്തിനും വാദപ്രതിവാദത്തിനും കാരണമാകാൻ സാധ്യതയുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ FCRA ബിൽ എന്താണെന്ന് നോക്കാം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു വിദേശ സംഭാവന നിയന്ത്രണ നിയമമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വേണ്ടി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് FCRA ബിൽ നേരത്തെ സഭയിൽ അവതരിപ്പിച്ചത്. NGOകൾ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതാണ് ഈ നിയമം. വിദേശത്തു നിന്ന് എത്തുന്ന പണം എവിടെ, ഏത് സംസ്ഥാനത്ത്, ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഈ നിയമം 1976 നിലവിൽ വന്നത്. പിന്നീട് നിയമം 2010 പരിഷ്കരിച്ചു. വിദേശ സംഭാവനകൾ രാജ്യത്തിന്റെ പരമാധികാരത്തെയും ആഭ്യന്തര സുരക്ഷയും ബാധിക്കാതിരിക്കാൻ ഇടപാടുകൾ കർശനമാക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. ബിൽ പാസ്സാകുന്നതോടെ സർക്കാരിന് വ്യക്തമായ അധികാരം ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. നിയമം ലംഘിക്കുന്ന സംഘടനകളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള അനുമതികൾ റദ്ദാക്കാനും അവരുടെ വിദേശ ഫണ്ട് മരവിപ്പിക്കാനും സർക്കാരിന് അധികാരമുണ്ടാകും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഭേദഗതി അനുസരിച്ച് ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ NGOകളുടെ ആസ്തി സർക്കാർ ഏറ്റെടുക്കുകയും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. അന്വേഷണത്തിന്റെ ഭാഗമായി നടപടികൾ കർശനമാക്കാനും സാധ്യത കൂടുതലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് FCRA ലൈസൻസ് നൽകുന്നത്. ഒരു സ്ഥാപനം സാധുവായ FCRA രജിസ്ട്രേഷൻ കൈവശം വയ്ക്കുന്നത് അവസാനിപ്പിച്ച ശേഷം വിദേശ സംഭാവനകൾ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ട ആസ്തികൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. നിർദ്ദിഷ്ട ചട്ടക്കൂടിൽ സമയപരിധികളും പിഴകളും സംബന്ധിച്ച വ്യവസ്ഥകളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വിദേശ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നിയമപരമായ സംവിധാനം സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ട്. FCRA സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയോ നിർത്തലാക്കുകയോ ചെയ്താൽ വിദേശ സംഭാവനകളുടെയും ആസ്തികളുടെയും മേൽനോട്ടത്തിനും മാനേജ്മെന്റിനുമായി ഒരു അതോറിറ്റി സ്ഥാപിച്ചുകൊണ്ട് അത്തരം കേസുകൾക്ക് സമഗ്രമായ ഒരു ചട്ടക്കൂട് നൽകാൻ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. 2016, 2018, 2020 വർഷങ്ങളിൽ SBI നിയമം 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം 16,000 അസോസിയേഷനുകൾക്ക് പ്രതിവർഷം ഏകദേശം 22,000 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി നിത്യാനന്ദ റായ് മുമ്പ് വ്യക്തമാക്കിയിരുന്നത്. NGOകൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവയാണ് വിദേശത്തു നിന്നുള്ള സംഭാവനകൾ നിയമപരമായി സ്വീകരിക്കുന്നതും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. വിദ്യാഭ്യാസ ആവശ്യം, മത സാംസ്കാരിക ആവശ്യങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവയ്ക്കായിട്ടാണ് ഇങ്ങനെ ലഭിക്കുന്ന പണം ചെലവഴിക്കുക.
സംഭാവന സ്വീകരിക്കുന്ന സംഘടനകൾക്ക് FCRA രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 2020 ഭേദഗതിയിൽ പറയുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത്തരത്തിൽ വിദേശ സംഭാവന സ്വീകരിക്കുന്നവർ ഡൽഹിയിൽ SBI അക്കൗണ്ട് തുറക്കണം. അതിനൊപ്പം വാർഷിക റിട്ടേണുകൾ വ്യക്തമായ രേഖകൾക്കൊപ്പം കൃത്യമായി ഫയൽ ചെയ്യുകയും വേണം. എന്നാൽ വാങ്ങുന്ന വിദേശ ഫണ്ട് മറ്റ് NGOകൾക്ക് കൈമാറാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവും നൽകുന്നുണ്ട്. ഭരണപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന തുക 50% നിന്ന് 20% കുറയ്ക്കുകയും ചെയ്തു. വിദേശ സംഭാവനകളുടെ സുതാര്യത, ഉത്തരവാദിത്തം, മേൽനോട്ടം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനാണ് നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഉദ്ദേശിച്ചതെന്ന് സർക്കാർ പറയുന്നുണ്ട്. അതേസമയം ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക സുരക്ഷയും നിയമവും ഉറപ്പു നൽകുന്നുണ്ട്. വിദേശ പണത്താൽ നിർമ്മിക്കപ്പെട്ട ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവയുടെ മതപരമായ സ്വഭാവം മാറ്റാനോ വകമാറ്റാനോ അതോറിറ്റിക്ക് അധികാരമില്ലെന്ന് ബില്ലിൽ എടുത്തു പറയുന്നുണ്ട്. കൂടാതെ അതോറിറ്റിയുടെ തീരുമാനങ്ങളിൽ പരാതിയുള്ള സംഘടനകൾക്ക് 90 ദിവസത്തിനകം ജില്ലാ കോടതിയെ സമീപിച്ച് അപ്പീൽ നൽകാനുള്ള അവസരവുമുണ്ട്. 2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ഭേദഗതിയുടെ അടുത്ത ഘട്ടമാണ് ഈ പുതിയ മാറ്റങ്ങൾ. 2020 നിയമപ്രകാരം വിദേശ പണം സ്വീകരിക്കാൻ ഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാന ശാഖയിൽ തന്നെ അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമാക്കിയിരുന്നു. കൂടാതെ ഭരണപരമായ ചെലവുകൾക്കായി ഉപയോഗിക്കാവുന്ന തുക 20% പരിമിതപ്പെടുത്തുകയും ഒരു NGOയിൽ നിന്ന് മറ്റൊരു NGOയിലേക്ക് വിദേശ പണം കൈമാറുന്നത് നിരോധിക്കുകയും ചെയ്തിരുന്നു. 2020 നിയമം ബാങ്കിംഗ് നടപടികളും ചെലവഴിക്കൽ പരിധികളും ക്രമീകരിച്ചപ്പോൾ 2026 ഭേദഗതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ഥലപരമായ കൃത്യതയിലാണ്. ഇനി മുതൽ ഓരോ സംഘടനയും തങ്ങൾ വിദേശ പണം ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്താണ് ചെലവഴിക്കാൻ പോകുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തെ മുൻകൂട്ടി അറിയിക്കണം. പൊതുവായ അനുമതിക്ക് പകരം ഉദ്ദേശിച്ചുള്ള സ്ഥലവും പദ്ധതിയും വ്യക്തമാക്കിയുള്ള അനുമതി മാത്രമേ ലഭിക്കൂ. മറ്റൊരു പ്രധാന നിബന്ധനയാണ് സാമ്പത്തിക പരിധി. പുതിയ ചട്ടങ്ങളനുസരിച്ച് FCRA രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ ഒരു സംഘടന തുടർച്ചയായി 2 സാമ്പത്തിക വർഷങ്ങളായി കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വിദേശ സംഭാവനയായി ഉദ്ദേശിച്ചുള്ള ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചിരിക്കണം. പ്രവർത്തനം ഒന്നുമില്ലാതെ പേരിന് മാത്രം ലൈസൻസ് കൈവശം വച്ചിരിക്കുന്ന നിഷ്ക്രിയ സംഘടനകളെ മാറ്റാനാണ് ഈ നീക്കം. ബില്ലിലെ എതിർപ്പിന് കാരണം എന്താണെന്ന് നോക്കാം. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ലക്ഷ്യവെക്കാൻ ബില്ല് ഉപയോഗിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. പുതുക്കൽ അപേക്ഷ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രോസസ് ചെയ്യുകയോ നിരസിക്കുകയോ ചെയ്തില്ലെങ്കിൽ നിയുക്ത അതോറിറ്റിയുടെ ആസ്തികൾ നിയന്ത്രിക്കപ്പെടുന്നതിലേക്ക് നയിച്ചാൽ FCRA സർട്ടിഫിക്കേഷൻ റദ്ദാക്കാൻ പുതിയ ബിൽ അനുവദിക്കുമെന്നതാണ് പ്രധാന ആശങ്ക. സാങ്കേതികമോ നടപടിക്രമപരമായോ ആയ കാലതാമസം ഉണ്ടായാൽ പോലും രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ഇത് സ്ഥാപനത്തിന്റെ ആസ്തികൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിന്റെ എതിർപ്പിന് പ്രധാന കാരണമായതും.